2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുന്നണികൾ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. UDFിലും വളരെ ദ്രുതഗതിയിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഘടകകക്ഷികളെ വേണ്ട തരത്തിൽ നിലനിർത്തുക, അതിനോടൊപ്പം മറ്റ് മുന്നണികളിൽ അതായത് LDFിൽ തന്നെ അതൃപ്തരായി നിൽക്കുന്നവരെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതിനോടൊപ്പം UDFിൽ അതൃപ്തരായി നിൽക്കുന്ന ഘടകകക്ഷികളെ LDFിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് NDA മുന്നണിയും നിലനിൽക്കുന്നത്. UDFിനകത്ത് ഘടകകക്ഷികളിൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗ് തന്നെയാണ്. ലീഗിനാണ് അവിടെ അപ്രമാദിത്യം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗ് പലപ്പോഴും കോൺഗ്രസിനെ വരച്ച വരയിലും നിർത്താറുണ്ട്. ഈ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഘടകകക്ഷികളിൽ പ്രധാനി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉണ്ടായിരുന്ന സമയത്ത് അവരായിരുന്നു. പിന്നെ മറ്റ് ചെറു ഘടകകക്ഷികളും ഉണ്ട്. നമ്മളെ ഈ തൃശ്ശൂർ പൂരത്തിലെ ചെറു ഘടകപൂരങ്ങൾ എന്ന് പറയുന്നത് പോലെ ചെറു ഘടകകക്ഷികളെ ഇവിടെ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയതോടുകൂടി ജോസഫ് വിഭാഗത്തിനാണ് അവിടെ പ്രബലമായ സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ 2021 തെരഞ്ഞെടുപ്പില് 2021 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് മാണി വിഭാഗം LDFിലേക്ക് പോകുന്നത്. ആ തെരഞ്ഞെടുപ്പില് ജോസഫ് വിഭാഗത്തിന് ഒരു കോൺഗ്രസ് നൽകിയത് 10 സീറ്റാണ് നൽകിയത്. ആ 10 സീറ്റ് എന്ന് പറയുന്നത് തൊടുപുഴ, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, തിരുവല്ല, കുട്ടനാട്, കോതമംഗലം, ഇടുക്കി, ഇരിങ്ങാലക്കുട, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളായിരുന്നു. ഈ 8 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ മാത്രമാണ് ജോസഫ് വിഭാഗത്തിന് നിയമസഭയിൽ എത്തിക്കാൻ സാധിച്ചുള്ളൂ. അത് കാരണം നമുക്കറിയാം UDFിന് വൻ പരാജയമാണ് നേരിട്ടത്. അപ്പോൾ 10 സീറ്റ് കൊടുത്തു. അതിനനുസൃതമായിട്ട് അവരും 2 സീറ്റ്, അതുപോലെ കോൺഗ്രസിനും ക്ഷീണം. അതുകൊണ്ട് ഇക്കുറി ഈ 10 സീറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അതില് 4 സീറ്റ് കോൺഗ്രസ് എടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ജോസഫ് വിഭാഗത്തിന് നൽകിയ 10 സീറ്റില് കോൺഗ്രസിന് ജയസാധ്യത ഉറപ്പ് എന്ന് തോന്നിയിട്ടുള്ള 4 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. അത് ഏറ്റുമാനൂര്, ഇടുക്കി, തൃക്കരിപ്പൂർ, ഇരിങ്ങാലക്കുട. ഇതിലെ ഏറ്റുമാനൂരിലും ഇരിങ്ങാലക്കുടയിലും നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ടാകും. 2 മന്ത്രിമാരുടെ മണ്ഡലം കൂടിയാണ്. ഏറ്റുമാനൂരിൽ വാസവനും ഇരിങ്ങാലക്കുടയിലെ മന്ത്രി ബിന്ദുവുമാണുള്ളത്. അപ്പം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് കോൺഗ്രസിന് അത് മുതലെടുക്കാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷ കൂടി ഉണ്ട്. ഇരിങ്ങാലക്കുടയിൽ നമുക്കറിയാം ഉണ്ണിയാടനായിരുന്നു. അതിൽ നിന്നാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള 6 മണ്ഡലങ്ങളിലേക്കാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പോകുന്നത്. ഏറ്റുമാനൂരില് അത് ഇതിനകത്ത് നമ്മൾ 2 മണ്ഡലങ്ങൾ നോക്കുക. 2 മണ്ഡലങ്ങളാണ് അവർ നിലനിർത്തിയത് 2021. അത് തൊടുപുഴയിലും മറ്റൊന്ന് കടുത്തുരുത്തിയിലുമാണ്. തൊടുപുഴയിൽ നമുക്കറിയാം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആസ്ഥാനം തന്നെയാണ്. PJ ജോസഫിന് തന്നെയാണ് ആ മണ്ഡലം എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത്. പരാജയവും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഇനിയിപ്പോൾ PJ ജോസഫ് മത്സര രംഗത്തേക്ക് വരില്ല. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. അതുകൊണ്ട് മകൻ അബു ജോസഫിനെ മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ സജീവമാണ്. PJ ജോസഫിന്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള രീതിയിൽ വലിയ ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒക്കെ അവിടെ കുറിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി ചെയർമാൻ എന്നുള്ള സ്ഥാനം PJ ജോസഫിൽ നിന്നുകൊണ്ട് അബു ജോസഫിനെ തൊടുപുഴയിൽ നിർത്തും. തൊടുപുഴയിലെ LDFിൽ നിന്ന് 2021 മാണി വിഭാഗത്തിനാണ് നൽകിയിരുന്നത്. ഇനിയിപ്പോൾ മാണി വിഭാഗം ഇങ്ങോട്ടേക്ക് UDFിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ CPM മത്സരിക്കാനുള്ള സാധ്യതയും ഏറുന്നുണ്ട്. കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തി നമുക്കറിയാം 4 തവണയായിട്ട് മോൻസ് ജോസഫ് ജയിച്ചു വരികയാണ്. മോൻസ് ജോസഫിന് എപ്പോഴും വളരെ സേഫ് ആയിട്ടുള്ള ഇടമാണ്. വളരെ ജനകീയനാണ്.
ഇനി UDF ജയിച്ചു, മോൻസ് ജോസഫും വിജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു മന്ത്രിയെ ലഭിക്കുകയും ചെയ്യും. ജോസ് കെ മാണി ഇടയ്ക്കൊരു സർവേ പോലും നടത്തിയതാണ്. കടുത്തുരുത്തിയിൽ നിന്നാൽ അത് LDFന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട്, കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാരയിൽ നിന്നാൽ സേഫ് അല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. UDFിലേക്ക് പോയാൽ അവിടെ മാണി സി കാപ്പനൊട്ടും മാറിക്കൊടുക്കുകയുമില്ല. അതുകൊണ്ട് കടുത്തുരുത്തി നോക്കിയതാണ്. പക്ഷെ അത് ചിലപ്പോൾ LDFിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി അവിടെ വരാൻ ഇടയാകും. മോൻസ് ജോസഫുമായിട്ടുള്ള മത്സരമായിരിക്കും എങ്കിൽ നടക്കാൻ പോവുക. അത് അതിശക്തമായിട്ടുള്ള മത്സരത്തിലേക്ക് തന്നെയായിരിക്കും പോവുക. പിന്നീട് മൂന്നാമത് വരുന്ന മണ്ഡലം കോതമംഗലമാണ്. കോതമംഗലത്ത് മുൻപ് TU കുരുവിളയാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഷിബു തെക്കുംപുറത്തിനാണ് സാധ്യത ഏറുന്നത്. കോതമംഗലം എപ്പോഴും PJ ജോസഫിന്റെ ഗ്രൂപ്പിന്, കേരള കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ണ് കൂടിയാണ്. അടുത്തത് വരുന്നത് വളരെ പ്രധാനമായിട്ടും മത്സരം നടക്കാൻ പോകുന്ന, ഒരുപക്ഷെ അതിശക്തമായ ത്രികോണ മത്സരത്തിന് പോലും സാധ്യതയുള്ള തിരുവല്ല മണ്ഡലമാണ്. തിരുവല്ലയിൽ ഇപ്പോൾ മാത്യു ടി തോമസ് ആണ് LDFിൽ നിന്നുകൊണ്ട് MLA ആയിരിക്കുന്നത്. മാത്യു ടി തോമസിന് അവിടെ ഒരു ജനവിരുദ്ധ വികാരം നിൽക്കുന്നു, പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരവും കൂടി ഉള്ളത് കൊണ്ട് മാത്യു ടി തോമസിന് സാധ്യത മങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുമുണ്ട്. വർഗീസ് മാമനായിരിക്കും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അവിടെ തിരുവല്ലയിൽ മത്സരിക്കുക. മർത്തോമ സഭയാണ്, മർത്തോമ സഭയുടെ ആസ്ഥാനവുമാണ് തിരുവല്ല. BJPയിൽ നിന്ന് അവിടെ BJP നോട്ടമിട്ടിരിക്കുന്ന A ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാണ് തിരുവല്ല. അനൂപ് ആന്റണി മത്സരിക്കും എന്നാണ് അറിയുന്നത്. അനൂപ് ആന്റണി അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി. യുവ നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളാണ്. കേന്ദ്ര നേതൃത്വവുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള, നരേന്ദ്രമോദിയുമായിട്ടും അമിത്ഷായും ഒക്കെ ആയിട്ട് തന്നെ വളരെ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള അനൂപ് ആന്റണി BJPയിലെ ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ മുഖമാണ്. ഷോൺ ജോർജിനെയും പോലെ വളരെ പ്രധാനപ്പെട്ട, അതിലും പ്രധാനപ്പെട്ടതാണ് അനൂപ് ആന്റണി. ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയെയും 2026 നിയമസഭയിൽ എത്തിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തിരുവല്ലയിൽ നിർത്തി. കാരണം തിരുവല്ലയിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് സമാഹരിക്കാൻ, പ്രത്യേകിച്ച് BJP ക്രൈസ്തവരുമായിട്ട് കൂടുതൽ, സഭകളുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. മർത്തോമ സഭയുടെ ആസ്ഥാനവുമാണ്. മർത്തോമ സഭയും BJPയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായിട്ടും വലിയ അടുപ്പമുണ്ട്. മർത്തോമ സഭയുടെ പഴയ അധിപനായിരുന്ന മാർ ക്രിസോസ്റ്റം തിരുമേനി നരേന്ദ്രമോദിയുമായിട്ട് പോലും വലിയ അടുപ്പം സ്ഥാപിച്ചിരുന്നു. ആ അടുപ്പം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം അനൂപ് ആന്റണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റൊന്ന് വരുന്നത് കുട്ടനാടാണ്. കുട്ടനാടിലും ഒരുപക്ഷെ അതിശക്തമായ മത്സരത്തിലേക്ക് പോകും. കുട്ടനാടും BJPക്ക് ഏറെ നോട്ടമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ വ്യവസായിയായിട്ടുള്ള റജി ചെറിയാനെ ഇറക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ എപ്പോഴും കേരള കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഇടമാണ്. അത് ചങ്ങനാശ്ശേരി പിടിച്ചെടുക്കണം എന്നാണ് ജോസഫ് ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെയും അവർ പാർട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 6 മണ്ഡലങ്ങളായിരിക്കും ജോസഫ് വിഭാഗം മത്സരിക്കുന്നത്. തൊടുപുഴയിലും കടുത്തുരുത്തിയിലും കോതമംഗലത്തും തിരുവല്ലയും കുട്ടനാടും ചങ്ങനാശ്ശേരിയുമായിരിക്കും PJ ജോസഫിന് നൽകുന്ന മണ്ഡലങ്ങൾ. 4 മണ്ഡലങ്ങൾ കോൺഗ്രസിന്റെ കൈകളിലേക്ക് പോവുകയും ചെയ്യും.